Hello? Hello, okay. I will call back. I will call you back. Okay. നമസ്കാരം മാഡം. നമസ്കാരം. വരൂ. ഇരിക്കൂ. താങ്ക് യു മാഡം. ആരാ, എന്താ പേര്? എൻ്റെ പേര് ജോൺസണാണ്. ജോൺസൺ. ഇന്നലെ ഫോൺ ചെയ്തിരുന്നാ? ഇന്നലെ ഫോൺ ചെയ്തു. ഓർമ്മ ഉണ്ട് എനിക്ക്. സിനിമ എടുക്കാൻ സാർ. മാഡം പ്രൊഡ്യൂസറാ? ഞാൻ പ്രൊഡ്യൂസറാണ്. നമസ്തേ. ഇന്നലെ ഫോൺ ചെയ്ത് അപ്പോൾ സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. അപ്പം നാളെ വരാൻ പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് വന്നത്. എൻ്റെ അടുത്ത് നല്ല കഥയുണ്ട്. കഥയുണ്ടോ? ശരി. ഇപ്പോൾ എന്ത് ചാൻസാണ് വേണ്ടത്? ഡയറക്ഷൻ ചെയ്യണം. ഡയറക്ഷൻ ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ അതുവരെ പടത്തിൽ? ഇല്ല, ഞാൻ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്. മുത്തച്ഛൻ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പടം എങ്ങനെ എടുക്കണം, എങ്ങനെ കഥ റെഡിയാക്കണം എന്ന് കഥ എഴുതി വെച്ചിരിക്കാം. അതുകൊണ്ടാണ് മേഡത്തോടെ പറഞ്ഞത് കഥ പറയാനാണ് വരട്ടെ. ഇപ്പം ഡയറക്ഷൻ എന്താണ് ഡയറക്ഷൻ? ഡയറക്ഷൻ പറഞ്ഞാൽ റോള്, ആക്ഷൻ, കട്ട്. പടം ഡയറക്ഷൻ റോള് ആക്ഷൻ, കട്ട്. പിന്നെയും റോള്, ആക്ഷൻ, കട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മണിയായാൽ അപ്പോൾ ബ്രേക്കാണ്. അപ്പം അത് ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങും. പിന്നെ റോള്, ആക്ഷൻ, കട്ടാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 5 മണിയായാൽ ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചായ അങ്ങനെ കുടിച്ചിട്ട് പിന്നെയും തുടങ്ങും. അപ്പോൾ അതിന് ശേഷം പാക്കപ്പാ. ഇതാണ് ഡയറക്ഷൻ. ശരി. ഇപ്പോൾ ഷൂട്ടിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കഥാപാത്രം അഭിനയിച്ച് നിങ്ങൾക്ക് തൃപ്തിയായില്ല, ഇഷ്ടപ്പെട്ടില്ല, ആക്ഷൻ അത്ര തൃപ്തിയായില്ല, നിങ്ങൾ പ്രതീക്ഷിച്ച മാതിരി ആയില്ല എന്ന് വിചാരിച്ചാൽ അയാളുടെ അടുത്തുനിന്ന് പിന്നെ നിങ്ങൾ ടേക്ക് എടുക്കുമോ? ടേക്ക് എടുക്കുമോ അയാളുടെ അടുത്തുനിന്ന്? മനസ്സിലായി. പിന്നെ അയാളെ കൊണ്ട് അതന്നെ അഭിനയിപ്പിക്കുമോ, വീണ്ടും അഭിനയിപ്പിക്കുമോ എന്ന്? അതേ സീന് ശരിയാവുന്നവരെ. ശരി. നിങ്ങളുടെ കഥയിൽ ആരാ ഹീറോ, ആരാ തീർച്ചയായിട്ടും? കഥ ഞാനാണ് എഴുതിയത്. അപ്പോൾ കഥയിലെ ഹീറോ എന്ന് പറഞ്ഞാൽ ഞാനാണ്. ശരി. അപ്പം ഞാനില്ലെങ്കിൽ മാഡത്തോടെ സണ്ണുണ്ടെങ്കിലേ സണ്ണിനെ ഹീറോ ആക്കിയിട്ട് ഞാൻ വില്ലനായിട്ട് അഭിനയിക്കാം. ശരി. സണ്ണുണ്ട്, അത് പിന്നെ അഭിനയിക്കണമെന്ന് ഞാൻ ആലോചിക്കാം. പിന്നെ ആലോചിക്കാം. നിങ്ങളുടെ പടത്തിന് എന്താ ബഡ്ജറ്റ് ചോദിച്ചാൽ? ഈ പടം എടുക്കാൻ എത്ര ചിലവാകുമെന്ന്? ചെലവ് മൊത്തം ചെലവ് ഒരു ദിവസം നമ്മ ആരെ കാണാൻ രാവിലെ ടിഫിൻ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ് സ്നാക്സ്, അങ്ങനെ. പിന്നെ അത് പാക്കപ്പ് പറയുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ്. അത് ഒരു ദിവസം എത്ര ആവണ്ട അത് ചിലവാണ്. അപ്പോൾ എത്ര ദിവസം നമ്മൾ ഷൂട്ടിങ് പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് ചിലവ്. ശരി. ഓക്കെ. അപ്പോൾ എനിക്ക് നാളെ കഥ പറയാൻ പറ്റുമോ? ഇന്ന് എനിക്ക് സമയമില്ല, ഞാൻ കുറച്ച് ബിസിയാണ്. നാളെ ഫോൺ ചെയ്തിട്ട് വരാം. എനിക്ക് കഥ കേൾക്കണം. എനിക്ക് കഥയും കൊണ്ടുവരാം, പറയാൻ റെഡിയായിട്ട് വരാം. അപ്പോൾ നാളെ കഥ പറഞ്ഞാൽ അഗ്രിമെന്റ് ഇട്ടിട്ട് അഡ്വാൻസ് കൊടുക്കും. അതെല്ലാം തരും, അതെല്ലാം കൊടുക്കാം. കഥ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിമെന്റ് ഇടും. അഗ്രിമെന്റ് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരി. ഓക്കെ. അപ്പോഴേ ശരിയാവും. അത് ശരിയാണ്. അപ്പോൾ നാളെ ഫോൺ ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ. ഫോൺ ചെയ്തിട്ട് വേണം വരാൻ, മറക്കാതെ. ഓക്കെ. ഫോൺ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഓക്കെ. ഇവരെല്ലാം വെച്ചിട്ട് പടം ഡയറക്ഷൻ ചെയ്തിട്ട് എന്നെ മാതിരി പ്രൊഡ്യൂസർ നടുറോട്ടിൽ നിൽക്കണേ ഈശ്വര. അങ്ങനെ നിൽക്കും, ഇവനൊക്കെ നിർത്തും. ഒരു പടത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നാണ് പറയുക. ഇപ്പോഴത്തെ ആൾക്കാർക്ക് പടം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കളിയാണ്, തമാശ കളിയാണ് അവർക്ക്. ഇവരൊക്കെ എവിടെ പോയിട്ട് നിൽക്കും ഈ സിനിമ ഇൻഡസ്ട്രി അറിയില്ല, ഭഗവാന് മാത്രമേ അറിയുള്ളൂ.